നമസ്കാരം ഗൈസ്, ആർജയാണ്. ആർജസ് വേൾഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇവിടെ കാട്ടിലേക്ക് വന്ന് കയറിയത്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പണിയാണ്. നല്ല കരീച്ചയായിരുന്നു. നമ്മളിവിടുന്ന് പോയപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഈ ലൈറ്റും പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടാണ് പോയത്. പക്ഷേ വന്നപ്പോഴേക്കും ഫുള്ളും കരീച്ചയായിരുന്നു. നല്ല വൈകിട്ട് വന്നപ്പോഴേ കരീച്ചയായിരുന്നു. നമ്മുടെ ചുമര് തേക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ഹോളിനകത്ത് ഫുള്ളും കരീച്ച കയറിയിരിക്കുകയാണ്. പിന്നെ എവിടെയും പോകുന്നില്ല. ഇവിടത്തിനും കുറേ കൊന്നൊന്ന് ചവിട്ടി നമുക്ക് മടുത്തു. ഇന്നലെ വന്നപ്പോൾ വേറെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഡ്രമ്മിലും ഈ ബക്കറ്റിലും വെള്ളം നിറച്ചിട്ടാണ് പോയത്. ആ വെള്ളം ആരും ഉപയോഗിച്ച് തീർത്തിരിക്കുന്നു. അല്ലെങ്കിൽ ആ വെള്ളം ആരും എടുത്തുകൊണ്ട് പോയി എന്തിനു ഉപയോഗിച്ചെന്ന് അറിയാൻ പാടില്ല. വെള്ളം കാണാണ്ടായിരുന്നില്ല വന്നപ്പോൾ. പിന്നെ നമ്മൾ മുകളിലത്തെ ആൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാത്രം നിറച്ച് അവരുടെ പാത്രത്തിന് വെള്ളമായിട്ട് വന്നിട്ടാണ് നമ്മൾ രാത്രി ചോറും കറിയും ഉണ്ടാക്കി വെച്ചത്. നമ്മൾ രാത്രി തന്നെ ചോറും കറി ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകല് ചോറും കറി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡ് ഓൾറെഡി അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി. അത് വലിയ കാര്യം. ഇന്നലെ ഫുള്ളും കഴിച്ചിട്ട് ശല്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ശ്രുതി ചോറും കറിയൊക്കെ ഉണ്ടാക്കി. കാരണം കുറച്ച് പുകഞ്ഞ് കഴിഞ്ഞാൽ ഈ കരീച്ച കുറച്ചൊക്കെ പോകുന്നൊക്കെ പറഞ്ഞാൽ കത്തിച്ചത് അടുപ്പ്. പക്ഷെ പുകച്ചപ്പോൾ എല്ലാം കൂടി നിലത്ത് വീണിട്ട് നമ്മൾ ചവിട്ടി കൊന്ന് കുറേ കഷ്ടപ്പെട്ടെങ്കിലും ഇതാക്കി. പിന്നെ നമ്മൾ വന്ന ഡ്രസ്സൊക്കെ എല്ലാം വലിച്ചത് ഊരിട്ടിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് അലക്കണം. ഇതിൻ്റെ എല്ലാത്തിനും വെള്ളം എടുത്ത് നടക്കണം. നമുക്കിനി നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമില്ല. പിന്നെ ഇവിടെ ഒരാൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അടിച്ചുവാരി എടുത്തേക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അടിച്ചുവാരി തീയിട്ട ശേഷം പോയിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകാമെന്നാണ് പറഞ്ഞേക്കണത്. അല്ലെങ്കിൽ ശരിയാവൂല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല, ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ കരീച്ചകൾ കൂട്ടം കൂടി ഇരിക്കുകയാണ്. ഭയങ്കര കരീച്ചയാണ് ശരിക്കും. ഇവിടെ ഈ ഹോളിലൊക്കെ കരീച്ച നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ചെറിയ ഹോളിലൊക്കെ കരീച്ച നിറഞ്ഞിരിക്കുകയാണ്. ഈ കരീച്ചയുടെ ശല്യം മാറാം എന്തെങ്കിലും മെഡിസിൻ എന്തിനും വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. നമ്മുടെ അവസാനം ശോകമായിട്ട് കരീച്ചയുടെ ശല്യം കുറയാൻ ഒരു വഴിയില്ലാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമ്മൾ അന്വേഷിച്ച് മടുത്തു. എല്ലാവരുമാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിടണം പറഞ്ഞത്. പക്ഷേ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിടാൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാത്രി കുറുക്കൻ്റെയും ഊളൻ്റെയും പന്നിയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റില്ല. ആ വേറൊരു പ്രശ്നം. നമ്മൾ ആകപ്പാടെ 4 ദിവസം ഇവിടെ നിന്ന് മാറുന്നുള്ളൂ. പക്ഷെ 4 ദിവസം കൊണ്ട് ഇവിടെ മരത്തിലെല്ലാത്തിനും ഭയങ്കര ഇല വന്നു എന്നൊരു സംശയം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മൾ നോക്കുമ്പോഴും മരത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇല പൊടിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കരമായിട്ട് ഒരു തണലെ ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ മരത്തിന് ഇല ഇത്രയും നമ്മൾ കണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് ഇത്രയും മരത്തിന് ഇലകൾ ഉണ്ടായിരുന്നില്ല. ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കായിരുന്നു. വെയിലില്ല. സാധാരണ നമ്മളെ ഈ ജനലിൽ കൂടെ നമുക്ക് വെയിലടിച്ചിട്ട് നമ്മൾ രാവിലെ എണീക്കാറ്. ഇന്ന് പക്ഷേ നമ്മൾ രാവിലെ എണീറ്റത് ലേറ്റായി പോയി. കാരണം വെയിൽ ശരിക്കും അടിച്ചില്ല. മെയിൻ കാരണം വെയിലടിക്കാത്തതല്ല പ്രശ്നം. മരത്തിലൊക്കെ കുറേ പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. എല്ലാ ഇലകളും കൊഴിഞ്ഞ് വീണ് നിലത്തിറപ്പുണ്ടെങ്കിലും നമ്മൾ പോയപ്പോൾ എല്ലാം മുകളിലെല്ലാം കറുത്തിരിക്കുന്ന സമയത്ത് ആണ് നമ്മളിവിടുന്ന് പോയത്. എല്ലാ ഇലകളും കറുത്ത് ഉണങ്ങി വീഴാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാ ഇലകളും ഫുള്ളും പച്ചപ്പായിട്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് തണൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് തണലിൻ്റെ ഉള്ളുണ്ട്. പക്ഷേ ആ ഹാപ്പിനെസ്സിൽ നമ്മൾ ഉറങ്ങിപ്പോയി. രാവിലെ എണീക്കാൻ വൈകിപ്പോയി. ഇപ്പോൾ സമയം 11 മണിയായി. കുഴപ്പമില്ല. നമുക്ക് രാവിലെ 10 മിനിറ്റ് മതിയായിരുന്നു. കാരണം ഇവിടെ വേറെ പണിയൊന്നും ചെയ്യാനില്ല. കാരണം വെള്ളം മാത്രം എടുക്കാൻ നമുക്കുള്ളൂ. ഇവിടെ വൃത്തിയാക്കാണ്ടായിരുന്നത്. കരീച്ച വെള്ളം കൂച്ചിയിട്ട് നമ്മളെ കരീച്ച കൂച്ചി കാല് പൊള്ളിയെന്ന് പറഞ്ഞത്. അപ്പോൾ കരീച്ച കൂച്ചിട്ട് നമ്മൾ തുണിയൊക്കെ ഇതായിട്ടുണ്ട്, വൃത്തികളായിട്ടുണ്ട്. അപ്പോൾ ആ തുണിയൊക്കെ കൊണ്ട് അലക്കി വൃത്തിയാക്കി എടുക്കണം. എല്ലാം അലക്കി വൃത്തിയാക്കി ഉണക്കി എടുക്കും വേണം. വെയിലിൽ നിന്ന് നന്നായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ പെയ്യുമ്പോട്ട് തുണിയെല്ലാം അലക്കി ഉണക്കി വൃത്തിക്ക് എടുക്കണം. പിന്നെ കരിയിലെത്തിക്കണം. കരിയിലാണ് കരീച്ച കൂടുതലുണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കരിയിൽ കത്തിക്കാന്ന് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും കരിയിൽ ആദ്യം കത്തിക്കണം. കാരണം കരിയിൽ നനവുണ്ടെങ്കിൽ കരീച്ച അതിനടിയിലിരിക്കുന്ന പറയണത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പെടുത്ത നാട്ടിലേക്ക് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരിയിലിൽ ആദ്യം അടിച്ചുവരെ കത്തിക്കാന്ന് വെച്ചു. നമ്മൾ പിന്നെ കയറുന്ന വഴിയിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. പണ്ട് നേരത്തെ വീട്ടിട്ടുണ്ടായിരുന്നു. ശ്രുതി ഇവിടുത്തെ വഴിയൊക്കെ വെട്ടിയിട്ടായിരുന്നു. മറ്റേ പിക്കാസ് വെച്ച് വഴിയൊക്കെ കുത്തി വെട്ടിയതായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ കുഴിയിലൊക്കെ കരിയിലിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി കാണാം. ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ രാത്രി വന്നപ്പോൾ ഇറങ്ങാണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. കാരണം നമുക്ക് കരിയിൽ നടന്നു നിന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കരിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇപ്പോഴത്തെ കരിയിൽ അടിച്ചു വരി തീടാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം തീട്ടപ്പോൾ പാമ്പ് ചത്തുണ്ടായിരുന്നു. ഇപ്രാവശ്യം തീടും എന്താണോ ചത്തുകൊണ്ട് ചാവാന്ന് അറിയാൻ പാടില്ല.
ഇപ്രാവശ്യം തീയിടുമ്പോൾ തേങ്ങ ശ്രുതിക്ക് ഇച്ചിരി പേടിയൊക്കെ അങ്ങോട്ട് കയറി പോകാനില്ല. അവിടെ അധികം പോകുന്നില്ല, അങ്ങോട്ട് അധികം പോകില്ലെന്ന് പറഞ്ഞ്. കാരണം ആ മൂലയ്ക്കാണ് ഒരു പാമ്പ് തീയിട്ട് ശേഷം അവിടെ കത്തിക്കരിഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ തീയിടാൻ അവിടെ വരെ പോകാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ നിന്ന് തീയിടാൻ വെച്ചേക്കാണ്. തീ അങ്ങോട്ട് പടർന്നോളും എന്ന് വെച്ചിരിക്കുകയാണ്. അതുപോലെ തീ പടർന്നോളും. ഫ്രണ്ടിലെ കരിയിൽ നമ്മൾ കുറച്ച് ഇന്നലെ തീ ഇട്ടായിരുന്നു ഗൈസ്. ഇന്നലെ രാത്രി വന്നപ്പോൾ ഭയങ്കര കരിശ ശല്യം, കൊതുകിൻ്റെ ശല്യം കൂടി ആയപ്പോൾ പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് ഇവിടുത്തെ ഫ്രണ്ടിലേക്ക് അടിച്ചു വരി ഇവിടെ കൂട്ടി ചെറുതായിട്ട് തീ ഇട്ടായിരുന്നു. ആ തീയുടെ കുറച്ച് പുകയൊക്കെ വന്ന് കുറച്ച് കൊതുകിൻ്റെ ശല്യം കുറഞ്ഞായിരുന്നു. അല്ലാതെ നമുക്ക് വേറെ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും തീയിട്ട നന്നായി. കാരണം അത്രയും ആ ഏരിയയിലൂടെ കരിച്ച് അത്രയും സത്വം ഉണ്ടാവുമല്ലോ, അവിടെ സമാധാനമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ തേച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ ഹോളോബ്രസ് കല്ലിൻ്റെ സൈഡ് ഉള്ളിലും എല്ലാ ചെറിയ ഹോളിലും ഇത് കയറി ഇരിക്കുകയാണ്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഇവിടുത്തെ സൈഡും വൃത്തിയാക്കാണ്ട് നമുക്ക് ഈ മാസം കറണ്ട് ബില്ല് വന്നു ഗൈസ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ അധികം ആയിട്ടില്ല. പക്ഷെ എങ്കിട്ട് നമുക്ക് 183 രൂപ വരെ. നമ്മൾ ആപ്പാട് ഉപയോഗിക്കുന്നത് 2 ലൈറ്റും 1 ഫാനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3 ലൈറ്റും. ആ ലൈറ്റും രാത്രി ഫുള്ള് ഇടും. 2 ലൈറ്റ് രാത്രി ഫുള്ള് ഇടും. 1 ഫാൻ രാത്രി ഫുള്ളും കറങ്ങും. പിന്നെ റൂമിനകത്തുള്ള ലൈറ്റ് നമ്മൾ ഫുൾ ടൈം ഇടാറില്ല. നമ്മൾ ആവശ്യം റൂമിനകത്തുള്ള ലൈറ്റ് നമ്മൾ കരിച്ചാറും റൂമിനകത്ത് ലൈറ്റ് അത് ഇടാറില്ല. ഇട്ടാൽ നമ്മൾ മാക്സിമം അപ്പത്തും ഓഫാക്കാറാണ് പതിവ്. അതാണ് ഇവിടുത്തെ. എന്നിട്ട് കറണ്ട് ബില്ല് 183 വന്ന്. എന്ത് കണക്കാണെന്ന് അറിയാൻ പാടില്ല ഇങ്ങനെ കറണ്ട് ബില്ല് വരുന്നത്. അതിന് മുമ്പത്തെ പ്രാവശ്യം നമുക്ക് വന്നപ്പോൾ 42 വന്നുള്ളൂ. ഇപ്രാവശ്യം വന്നപ്പോൾ 183 വന്ന്. കറണ്ട് ബില്ല് അടച്ചു. പക്ഷേ 183 രൂപ അതുമില്ല. ഇല്ലാത്ത പൈസ അവിടെ നിന്ന് ഇവിടുന്ന് റോൾ ചെയ്തൊക്കെ അടച്ചത്. ഇവിടെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീൻ വാങ്ങിച്ച മീൻ ചേട്ടന് ഇപ്പോഴും 200 കൊടുക്കാണ്ട്. നമ്മളന്ന് മീൻ വാങ്ങിച്ചൊരു ഷോർട്സ് നമ്മൾ യൂട്യൂബിൽ കിട്ടുന്നുണ്ടായിരുന്നു. ആ മീൻ വാങ്ങിച്ചതിന് പൈസ 200 കൊടുക്കാണ്ട്. പുള്ളി ഇന്ന് രാവിലെ വന്നപ്പോൾ അവിടെ മുകളിൽ ആൻറ്റി വിളിച്ചായിരുന്നു കുറേ പ്രാവശ്യം. ഫോൺ നമ്മൾ ഉറങ്ങിപ്പോയി എടുത്തില്ല. ഇനിയിപ്പോൾ എടുത്താലും മുകളിൽ പോയി പൈസ കൊടുക്കാണ്ട് നമ്മുടെ പൈസ ഇല്ലായിരുന്നു. അതുപോലെ കാര്യം എന്തോ പുള്ളി പോയി എന്ന് പറഞ്ഞു. അപ്പം നാളെ പുള്ളിക്ക് 200 കൊടുക്കേണ്ടി വരും. ആ 200 എന്തിനൊക്കെ കാണിച്ചിട്ടാണെന്നൊക്കെ മറക്കുന്നുണ്ട്. ശരിയാവുക, അത് പെട്ടുപോകും. ആരുടെ കടമാശയിലുമുള്ള ആ പൈസ കൊടുക്കാൻ വലിയ പുള്ളി നമ്മൾ പറ്റിച്ച അവസ്ഥയായി പോവും. നമ്മളങ്ങനെ ആരും പറ്റിക്കാൻ ഉദ്ദേശമല്ല വാങ്ങണത്. വാങ്ങിയ പൈസ കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടുപോയത്. അതെന്തെങ്കിലും ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടുത്തെ നമ്മളെ വാതിൽ കൊടുക്കും. വാതിൻ്റെ സൈഡിൽ ആ കട്ടിലിൻ്റെ സൈഡിൽ ഫുള്ളും കരിയിച്ച് നിറഞ്ഞ് നിൽക്കുകയാണ്. വീടിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ കരിയിച്ചിലെ ശല്യം. മാത്രമല്ല വാതിലൊക്കെ പൊടിഞ്ഞ് വീഴാറായ വാതിലാണ്. അതുകൊണ്ട് ഈ വാതിൻ്റെ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ ചെതിലടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കരിച്ച് കയറി നിൽക്കുകയാണ്. ഭയങ്കര ശല്യം. നമ്മൾ രാത്രി കൊതിലെത്തിച്ച് കൊതിലെത്തിക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ രാവിലെ എണീറ്റപ്പോൾ അടിച്ച് പോയപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കൊതുകായി വന്ന് കൊതുകിന് ശല്യം കൂടിയായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ കുറേയൊക്കെ നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ അടുപ്പത്ത് വെച്ചിട്ടില്ല. വിറകൊക്കെ നമ്മൾ പെറുക്കച്ച് വിറകൊന്നും ആരും എടുത്തിട്ട് പോയിട്ടില്ല. അത് ഭാഗ്യം. ആപ്പാടെ എടുത്ത് ഉപയോഗിച്ച് വെള്ളമാണ്. ഈ വെള്ളം ഉപയോഗിച്ചാൽ കുറച്ചിന് ബോധം വേണ്ടേ. നമ്മൾ കഷ്ടപ്പെട്ട് ഏറ്റവും കൊണ്ട് വെള്ളമില്ല. താഴത്തോളം ആനയുടെ പൈപ്പിൽ അവർ നമുക്കൊണ്ട് പൈപ്പ് തുറന്നിട്ടാണ് പോയേക്കണത്. പൈപ്പ് അവിടെ ക്ലോസ് ആയിട്ടില്ല. അവിടെ പൈപ്പിൽ എപ്പോഴും വെള്ളമുണ്ട്. അവിടെ നിന്ന് ആർക്ക് വെള്ളം എടുത്ത് ഉപയോഗിച്ചാൽ പോലെ. നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ നേറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവന്മാർ എടുത്തുകൊണ്ട് പോയത്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനായിരിക്കും അവർ വെള്ളം എടുത്ത് ഉപയോഗിച്ചത്. വെള്ളം ഇവിടെ തട്ടിമറിച്ചിട്ടില്ല. തട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം അതിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ വെള്ളം തട്ടിമറിച്ചിട്ടൊന്നുമില്ല. ഞാൻ വെച്ചാൽ പന്നി വെള്ളം തട്ടിമറിച്ച് ആദ്യം വിചാരിച്ചു. പക്ഷെ പന്നി തട്ടിമറിച്ചാലും തട്ടിമറിച്ചതിൻ്റെ പാടും വെള്ളത്തിൻ്റെ ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവണ്ടേ. അപ്പോൾ അതൊന്നുമല്ല സംഭവം പോലെ ആരും എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെള്ളമാണ്. പണ്ട് കാര്യമില്ല. നമ്മളൊക്കെ അവസ്ഥ അത് ആളുകൾ ഇങ്ങനെ നമ്മളിവിടെ നിന്ന് പോകണമെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മൾ പോയി എന്ന് പറയുമ്പോൾ അത് അപ്പം തന്നെ മിസ്യൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതാണ് പ്രശ്നം. ഇപ്പം എന്നാലും കാറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ തീടാൻ വേണ്ടിയാണ് ഇവിടെ പ്ലാൻ ചെയ്യണത്. കാരണം കുറച്ച് കഴിയുമ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അങ്ങോട്ടോട്ട് പാറിപ്പോവും. ആ മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഇപ്പം തന്നെ അടിച്ചു വരെ തീടാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ തീ അങ്ങനെ ഇഷ്ടംപോലെ ജന്തുക്കളുണ്ട്. നിങ്ങൾ പറയാൻ പോലെയല്ല ഈ എന്താ പറയാ കുറുണി എന്നൊക്കെ പറയില്ല, അതിന്റെ തന്നെ പ്യുവർ യെല്ലോ ഇവിടെ ഉണ്ട്. അസ് കണ്ടിട്ടുള്ളതിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മഞ്ഞായിരിക്കും, നല്ല ചന്താണ്. എന്നിട്ട് കൺമഷി എഴുതിയുള്ള കണ്ണൊക്കെ ഉള്ള നല്ലൊരു കിളിയുണ്ട്. അപ്പൊ അങ്ങനെ പല തരം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇപ്പം ഊളം പ്രസവിക്കുന്ന സമയമാണ് ഈ സമയം. ഊളം പ്രസവിക്കും. അപ്പം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. താഴെ ഒരു പറമ്പിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന് ഊളന്റെ കുഞ്ഞിനെ കിട്ടിയാലും ചേട്ടൻ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ചേച്ചിയെടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് പോയ ചേച്ചി ശ്രദ്ധിച്ചില്ല, പട്ടി കടിച്ചു കൊന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേര് നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ തീ അങ്ങനെ പാറിപ്പോയി
തീ എങ്ങാനും പാറിപ്പോയി എല്ലായിടത്തും തീ കത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഉറപ്പായിട്ടും വനം വകുപ്പുകാരൊന്നും പിടിച്ചുകൊണ്ട് പോകും. സംഭവം നമ്മളെ സ്വന്തം പറമ്പാണെങ്കിലും അവസാനം ഫോറസ്റ്റുകാരൊക്കെ വന്ന് കാടാണ് ഫുള്ളും കരിയിൽ വീണെടുക്കാണ്, എല്ലാം കത്തിക്കുന്നത്. നമ്മളെ പറമ്പ് മാത്രമേ കത്തൂല, കത്തും അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ പറമ്പുകളും കത്തും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ പ്രശ്നം കൂടി അപ്പുറത്തും ഇപ്പുറത്തുള്ള പറമ്പുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പറമ്പിലുള്ള ആളുകൾ ചീത്തയാക്കണം, ഒച്ചപ്പാടാക്കണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇതാക്കേണ്ടി വരും. പിന്നെ അവിടെ ഫയർഫോഴ്സ് അവർക്കൊന്നും പൈസ കൊടുക്കേണ്ടി വരും. എല്ലാത്തിനും നമുക്ക് ചിലവാണ്. ഇവിടെ നിന്ന് എല്ലാത്തിനും ചിലവായിരിക്കും. തീ എങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ. പക്ഷെ മെയിൻ പ്രശ്നം വെള്ളം എടുത്തുകൊണ്ട് കത്തിക്കാൻ വിചാരിച്ചു, പക്ഷെ വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടില്ല. കത്തിച്ചിട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം. അപ്പോൾ കാറ്റില്ലല്ലോ, കത്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം വെള്ളം എടുത്തുകൊണ്ട് വെച്ചില്ലെങ്കിൽ നമ്മൾ തീ അണയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് അണയ്ക്കണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് കുറച്ചുമ്പോൾ തന്നെ പോഞ്ഞ് സൈഡിലേക്ക് പാറിപ്പോയ പണി പാടും. അതാണ് ഇവിടുത്തെ വേറെ അവസ്ഥ. നമ്മുടെ ഒന്നും മാത്രമല്ല, ഇവിടെ എല്ലാ പറമ്പിലും കരിയില നിറഞ്ഞിട്ടുണ്ട്. കാരണം റബ്ബർ കാടുകളും കൂടിയല്ല, അപ്പുറത്ത് റബ്ബർ കൃഷി ചെയ്യുന്ന ആളല്ലേ, എല്ലായിടത്തും ഇഷ്ടംപോലെ കരിയില വീണെടുക്കും. നമ്മുടെ പറമ്പിൽ മാത്രമല്ല, നമ്മുടെ പറമ്പിലാണെങ്കിൽ കരിയിലേക്ക് റബ്ബറിൻ്റെ കരിയില കുറച്ചുള്ളൂ. നമുക്ക് അധികം റബ്ബറൊന്നുമില്ല, 3-4 റബ്ബറുണ്ട്. നമ്മൾ പക്ഷേ വെട്ടാറൊന്നും കാടായിട്ട് അവിടെ നിൽക്കുന്നുള്ളൂ, വിറകിന് ഉപയോഗിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. നമുക്ക് മഹാഗണിയുടെ കരിയിലയും പിന്നെ ആഞ്ഞിലിൻ്റെ കരിയിലയും പിന്നെ തേക്കിൻ്റെ കരിയില പിന്നെ കുറച്ച് പാഴ്മരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കരിയിലേക്ക് നമുക്ക് കൂടുതൽ നമ്മുടെ പറമ്പിലുള്ളത്. ബാക്കിയുള്ളവരുടെ പറമ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബറിൻ്റെ കരിയിലയാണ്. അപ്പോൾ കത്തി പാടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ട അവസ്ഥയിൽ പോവും. അവരുടെ റബ്ബറിൻ്റെ കൃഷിയും കുറച്ച് കംപ്ലൈൻ്റ് ആവും. പിന്നെ അതുകൂടാതെ നമ്മൾ അതിനുള്ള പൈസ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടി പെട്ട അവസ്ഥയായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തീ കത്തിക്കാൻ മുമ്പ് വെള്ളം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ കാറ്റ്, അതുകൊണ്ട് കത്തിച്ചിട്ട് പോയിട്ട് വെള്ളം എടുത്തിടാം എന്ന് വിചാരിച്ചു. എന്നിട്ട് വെള്ളം എടുത്തിട്ട് വന്നിട്ട് അണയ്ക്കാൻ വേണ്ടി റെഡിയായി നിൽക്കണം. തീ കത്തി കുറച്ച് തീർന്നു കഴിഞ്ഞാൽ അണച്ച് കളയണം, അല്ലെങ്കിൽ ശരിയാവില്ല. പ്രാവശ്യം ശ്രുതി ബാക്കിൽ കൊണ്ട് അടിച്ചു വരുന്നുണ്ട്. സാധാരണ നമ്മൾ ബാക്ക് അങ്ങനെ അടിച്ച് മാറാറില്ല, ബാക്കിൽ പോകാൻ ഇച്ചിരി പേടിയായിട്ട് അടിച്ചു. ബാക്ക് അവിടെ ഇവിടുന്ന് ആ മൂലയിൽ അടിക്കാറുണ്ട്, അവിടെ ഞാൻ തീടാറ്. നമ്മൾ ഇതിൽ കൂടെ നമുക്ക് ബാക്കിലേക്ക് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വാതിൽ ഓർമ്മയുണ്ട്, പക്ഷെ അത് ഫുള്ളും പൊളിഞ്ഞ് വീണ് കിടക്കുന്ന അവസ്ഥയാണ്. അത് അടയ്ക്കാൻ പറ്റൂല, വേറെ കാര്യം. അതുകൊണ്ട് അതിൽ കൂടെയൊക്കെ ഈ മൃഗങ്ങളൊന്ന് കയറുന്നേ, കാട്ടുമൃഗങ്ങൾ അതിൽ കൂടെ ഒന്ന് കയറും. ഇവിടെ വിശക്കൂണൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് വിശക്കൂണ്. ഇത് വിശക്കൂണാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചത്തു പോകും ഉറപ്പായിട്ടും. അതോടെ കാര്യം ഒടുക്കത്തെ സ്മെല്ലും ഭയങ്കര കട്ടിയാണ് വിശക്കൂണിന്. നമ്മൾ വീടിൻ്റെ ബാക്ക് എത്തി. നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോ നമ്മൾ വീടിൻ്റെ ബാക്ക് കാണിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇവിടെ അമ്മയുള്ളപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ അന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരുന്നതൊക്കെ. ഇതാണ് നമ്മുടെ ബാക്കിലെ വാതിൽ. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്ക് പോകണമെങ്കിൽ അടുക്കള ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വീഡിയോ കാണിച്ചു തരുന്നത്. അതൊക്കെ ആ വാതിൽ ഫുള്ളും വിഷക്കൂണ് ഇവിടെ ഫുള്ള് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അടിച്ചുവരി തീരാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ ഓൾറെഡി അടിച്ചുവരി കുറച്ച് കൂട്ടിയിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇതും കൂടി ചേർത്ത് അടിച്ചുവരി കഴിഞ്ഞാൽ ഇവിടത്തേക്ക് വേസ്റ്റ് കൂടി പോയി കഴിഞ്ഞാൽ അത്രയും വൃത്തിയാവുമെന്ന് വെച്ചിട്ടാണ്. ഇനി ശരിയാവില്ല, നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒന്ന് കത്തിക്കാം. ശരിക്കും തൂത്ത് അപ്പുറത്തോടെ എത്തിച്ചിട്ടില്ല, അപ്പുറത്ത് ശരിക്കും കൂട്ടിയിട്ട സ്ഥലത്ത് എത്തിച്ചിട്ടില്ല. അവൾക്ക് പേടിയാണ്, തൂത്ത് കഴിഞ്ഞാൽ വല്ല പാമ്പ് പോലും വരുമെന്ന് പേടിച്ചിട്ട് അവൾ പോയി കളഞ്ഞ്. ഞങ്ങളിവിടുന്ന് പോയ ശേഷം മഴയും പെയ്തിട്ട് ഇടിയും പെയ്തിട്ടില്ല കേസ്. പക്ഷേ ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിൽ മഴ പെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മഴയും കൊണ്ട് അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ മഴ പെയ്തു, പക്ഷേ ഇവിടെ മഴ ചെയ്തില്ല. നമ്മളിപ്പോൾ വൃത്തിയാക്കാൻ മെയിൻ കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള കരിയിച്ചയുടെ ശല്യം ഇതൊന്നും കൂടാതെ വലിയ കറുത്ത അട്ടകളില്ലേ കേസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നേരിട്ട്, എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവാറെന്ന് തോന്നുന്നു. ഞങ്ങൾ എറണാകുളത്ത് പോലെ ഉണ്ട്, പക്ഷെ വലിയ അത്രയും വലുതായിട്ടില്ല. ചുവപ്പട്ടൊക്കെ ഉള്ളൂ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കൂടുതലായിട്ട്. ഹീറോ പേന എന്നൊക്കെ പറയും. പക്ഷേ അത് ചുവന്ന അട്ടയല്ല, കറുത്ത അട്ടയാണ്. ഇവിടെ കറുത്ത വലിയ ആന അട്ടയാണ് ഇവിടെ ഉള്ളത്. അത് വരും ഫുള്ളായിട്ട് കത്തിച്ചിട്ട്. മെയിൻ പ്രശ്നം വെച്ചാൽ അത് വരും കൂടുതലായിട്ട്. പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മുടെ ഫ്രണ്ട് ചുറ്റിനും വൃത്തിയാക്കാൻ വിചാരിച്ചത്. മുകളിലേക്ക് നമുക്ക് പോയി വൃത്തിയാക്കാൻ പറ്റില്ല, കാരണം അവിടെ പോയി വൃത്തിയാക്കുകയാണെങ്കിൽ ഒരുപാട് കാട് വെട്ടാനുണ്ട്. ഒരുപാട് കാട് മരങ്ങൾ വെട്ടിക്കളന്ന് വെച്ചാൽ നമുക്ക് വെച്ചാൽ കത്തിയാണ് നിങ്ങൾ കാണുന്ന കഴിച്ചത്. എൻ്റെ കത്തിനോട് ദാരിദ്ര്യമാണ്. കഴിഞ്ഞ ദിവസം കുക്കിംഗ് വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു അയാളുടെ കത്തിയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്. ഒരു വിരലിൻ്റെ അത്ര നീളമുള്ള ചെറിയ ഷാർപ്പായിട്ടുള്ള കത്തിയുടെ പോർഷൻ മാത്രമേ ഇവിടെ എടുത്തുള്ളൂ. അങ്ങനെ ചെറിയ കത്തി വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം കുഞ്ഞി ഉപയോഗിക്കും, അതുപോലെ മെയിൻ പ്രശ്നം. ആവശ്യം വലിപ്പമുള്ളതൊന്നും ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ ആ തട്ടിലുള്ളൊന്നും തട്ടിക്കളാം, ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന കരിയില്ല, കറുത്ത് ഉണങ്ങി കരിയില്ല. അല്ലെങ്കിൽ അത് തീ പാടിക്കഴിഞ്ഞാൽ എങ്ങാനും കത്തി മുകളിൽ പോയാൽ പണി പാടും. നമ്മളെ തട്ടിൽ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന കരിയിലും കൊണ്ട് തട്ടിയിട്ടില്ലെങ്കിൽ തീ ആളെ കത്തുമ്പോൾ അങ്ങനെ മുകളിലേക്ക് തീ കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ട അവസ്ഥയാവും. പിന്നെ മുകളിൽ കയറും. പിന്നെ നമ്മൾ വെള്ളമില്ല, വെള്ളം എടുത്തിട്ടില്ല, കത്തി കയറി കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് ഓടണം. അത് വലിയ പണിയാണ്. എല്ലാം കൂടെ നമ്മൾ പെട്ടുപോയ അവസ്ഥയാവും. തേങ്ങാസൂര്യം തീ ഇട്ടിട്ടുണ്ട്. ഇനി അത് കത്തും.
കത്തി എന്നിട്ട് ആളി കത്തേണ്ട അവസ്ഥ വരും. ആളി അങ്ങോട്ട് പോവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ആളി പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ട അവസ്ഥയായി പോവും. ആളി പോവില്ല. ഒരാൾ പണിയെടുത്ത് കരീച്ചാണ്, എല്ലായിടത്തും കരീച്ചാണ്. പണിയെടുത്തിട്ട് ഭയങ്കര വിയർത്ത് ക്ഷീണിച്ച് കഴിഞ്ഞു. ഇനി പോയിട്ട് വെള്ളം എടുക്കണം. അതാണ് അടുത്ത പണി. അതാണ് ഏറ്റവും വലിയ ടാസ്ക് പണി. ഏറ്റവും വലിയ ഹാർഡായിട്ടുള്ള പണിയും വെള്ളം എടുക്കലാണ്. ഇനി ഇതിവിടെ നിന്ന് കത്തിക്കോളും. തീ നന്നായിട്ട് ആളി കത്തുന്നുണ്ട്. മുകളിലേക്ക് പോകാതിരിക്കട്ടെ. കാറ്റങ്ങനെ അടിച്ച് നമുക്ക് പെട്ട അവസ്ഥയാവും. എൻ്റെ അടുത്ത് കത്തിക്കാൻ നോക്കി, ഫ്രണ്ട് കത്തിക്കാൻ ബാക്കിൽ കത്തിക്കാൻ നോക്കി. ബാക്കിൽ കത്തിയില്ല, ഫ്രണ്ടിൽ മാത്രം കത്തിയുള്ളൂ. ആ കുഴപ്പമില്ല, കത്തിക്കാന്നുള്ളൂ. മുകളിൽ അടിച്ചാൽ വൃത്തിയാക്കാൻ നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. അതേ പിന്നെ ആ കരിയിലെ ചവിട്ടി നമ്മൾ തെന്നി അടിച്ച് വീഴും. ഇവിടെ കത്തിക്കാൻ പേടിയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ നല്ലൊരു മഹാഗണിയാണ് നിൽക്കുന്നത്. ഇവിടെ തീയിട്ടൊരു അവസാനം ഈ മഹാഗണി നശിച്ചു പോയിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്നത്. മഹാഗണി വെച്ചാൽ നീക്കിയിട്ടേക്കുന്ന തീ കരിയിലെ വെച്ചിട്ട് നീക്കി വിളിച്ചിട്ടുണ്ട്. എങ്കിലും മഹാഗണി ചിലപ്പോൾ തീ ഉള്ളതെന്ന് ചെറിയ പേടിയുണ്ട്. നല്ലൊരു മഹാഗണിയായിട്ട് വളരുന്ന സാധനമാണ്. തീയിട്ട് നശിപ്പിക്കാൻ പാടില്ല. തീ അങ്ങോട്ട് അടിച്ചൊരു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെ തീ ആളി കത്തി തീരാനായിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങാനും പറന്ന് സൈഡിലേക്കോ മുകളിലേക്കോ കയറി പോകാതിരിക്കാൻ നോക്കണം. എങ്ങാനും കയറിപ്പോയി പെട്ടു. അതുകൊണ്ട് ഞാനിവിടെ നോക്കിക്കാന്ന് വെച്ച്. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ വിട്ട് അപ്പുറത്ത് വിട്ടു. പക്ഷേ അപ്പുറത്ത് കത്തിയില്ലായിരുന്നു, ഇപ്പുറത്ത് കത്തിയുള്ളൂ. ഇവിടെ നിന്ന് കത്തി പക്ഷേ അപ്പുറത്ത് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അപ്പുറത്തിനത് വീണ്ടും തീയിടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പുറത്തുകൊണ്ട് കത്തി കയറി കഴിഞ്ഞു. അത് സമാധാനം. നമ്മൾ ആദ്യം അപ്പുറത്ത് എത്തിച്ചിട്ട് അപ്പുറത്ത് എത്തിയില്ല, ഇവിടെ മാത്രമേ കത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ചാൽ അപ്പുറത്ത് എത്താൻ പാടായിരിക്കും വിചാരിച്ചു. പക്ഷേ അപ്പുറത്ത് കത്തി ഭാഗ്യം. ഇവിടെ കത്തിച്ചിട്ട് പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കൂട്ടിയിട്ട് നമ്മൾ തേങ്ങ പൊതിച്ച് തുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കത്തിച്ചിട്ട് പോയി. അത് നമുക്ക് പോക്കാൻ വേണ്ടി മാറ്റിച്ചിട്ടുണ്ടോ, പക്ഷേ അത് ഫുള്ളും കരിയിച്ചെന്നിട്ടുള്ള കത്തിച്ചിട്ട് പോയി. അതാണ് ഇനി പോകഞ്ഞ് കത്താൻ സമയം കൊണ്ട് എടുക്കും. തീരൂല. നമുക്കെന്താ നോക്കിയ സമയത്ത് നമുക്ക് ഇനി അടുത്ത മണിക്ക് പോകണം, വെള്ളമെടുക്കാൻ പോകണം. അവളിപ്പോൾ മുകളിൽ സ്റ്റെപ്പൊക്കെ വൃത്തിയാക്കിയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് തോന്നുന്നു. നോക്കാൻ പോയിട്ട് നമുക്ക് സ്റ്റെപ്പിലുള്ള കരിയില മാത്രമല്ല മണ്ണിൻ്റെ ചരൽപ്പൊടിയും കൂടി അടിച്ചു വരാനുണ്ട്. കാരണം ആ ചരലിൽ ചവിട്ടുമ്പോൾ തെന്നി പോകാൻ പാടില്ല. എനിക്കാണെങ്കിൽ കാലിൽ ബലമില്ലാത്തതിൻ്റെ ഉറപ്പാണ് തെന്നി വീഴും. ഇവിടെ പിന്നെ അങ്ങനെ തെന്നി വീഴും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഉറക്കം തെന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ഫാസ്റ്റായിട്ട് കയറി പോകും. പക്ഷേ എനിക്ക് അത്ര ഫാസ്റ്റായിട്ട് കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചരലും കൂടി അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എവിടെ കഴിഞ്ഞാ നമ്മളിപ്പോൾ ഇവിടെ അടിച്ചു വരെ തീയിടുന്ന വീട് തന്നെ എനിക്കൊന്ന് അരമണിക്കൂർ കൂടുതലായി തോന്നുന്നു. ഇനി വെള്ളം എടുക്കാൻ പോകാം. അതും കൂടി ആകുമ്പോഴേക്കും നല്ലൊരു ലെങ്താവും വീഡിയോയ്ക്ക്. അവിടെ എന്താ പുകയെന്ന് പാമ്പോലം കിട്ടുക വെച്ചപ്പോൾ കരിനാക്ക് വെച്ച് പറയാനായിരുന്നു. എനിക്ക് കരിനാക്കൊന്നും ഇല്ല എൻ്റെ പൊന്നെ. നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആളാണത്. എനിക്കതിന് വിശ്വാസമൊന്നുമില്ല ഗൈസ്. ഇവർക്ക് അതിന് വിശ്വാസമാണ്. കരിനാക്ക് വെച്ച് പറഞ്ഞാൽ നടക്കുന്നൊക്കെ. പക്ഷെ എൻ്റെ നാക്ക് കരിനാക്കൊന്നും അല്ല. അല്ല ഞാൻ കണ്ണാടി നോക്കിയിട്ടുള്ള കരിനാക്കല്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. തുമ്പിലാണ് കരുനാക്കളും. അതേപോലെ ഇല്ലല്ല, അടിച്ചുവിടാണ്, തടിവിടാണ്. അവിടെ പോകണുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോകണുണ്ടാവും വല്ല പാമ്പ് പോലെ ചത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പാമ്പിനെ കരിനാക്ക് പിടിച്ച് വിളിക്കല്ലേ, അവൾക്ക് പേടിയാണ്, ഓടാൻ വയ്യാതെ. പിന്നീട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കൂടി കത്തിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ കത്തിച്ചില്ലെങ്കിൽ പിന്നെ അത് മാത്രം വൃത്തിയായിട്ടിരിക്കൂലേ. അപ്പോൾ അതുകൂടി കത്തിച്ചാൽ ധരിച്ച് അതുകൂടി കത്തിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാൻ പോകുന്നതാണ്. പണിയെടുത്ത ആൾ വേർത്ത് വെള്ളം കുടിക്കുകയാണ്. ഇവിടെ പണി നോക്കി നിന്നിട്ട് ഞാൻ തീ കത്തിച്ചിട്ട് തീയൊക്കെ ഞാനാ കൂട്ടി കൊടുത്തത്. ഇവിടെ കത്തിച്ചിട്ട് പോയി. പിന്നെ അത് എവിടെയും പാറിപ്പോവാതെ ഞാൻ വിറക് വെച്ച് അങ്ങോട്ടും തട്ടി കൊടുത്ത് എല്ലാத்தைയും ഒരുമിച്ചാക്കി നിർത്തി കത്തിച്ചത്. അതുകൊണ്ട് ആ ചൂട് ഞാനും വിയർത്ത്. വെള്ളം കൊടുക്കാത്തതിന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ കുടിക്കേണ്ട കാര്യമുള്ളൂ. നേരെ പറഞ്ഞപ്പോ വെള്ളം വീണത്. പക്ഷേ നമ്മളിവിടുന്ന് പോകുമ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു. നമുക്കിവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഫുള്ള് പച്ചല പിടിച്ചിട്ട് നല്ല സുഖം. നമ്മളിത് അലക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി പോകണം. എൻ്റെ പേസ്റ്റ് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പല്ല് വെച്ചില്ല രാവിലെ. പല്ലേക്കാത്തത് നമ്മൾ വെള്ളം നമുക്കിവിടെ ഇല്ലായിരുന്നു. എല്ലാം ആരോടത്ത് ഉപയോഗിച്ച് പോയി. നമ്മളിപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വരണം. വെള്ളം ആദ്യം നിറച്ച് വെച്ച് തുണികളെ വെച്ചിട്ട് ഇപ്പോൾ അലക്കൂല. കുറച്ചതിൻ്റെ അലക്കൂടെന്ന് പറയുന്നത് കുറച്ചേണ്ടത് മീൻസ് വെള്ളം ആദ്യം കൊണ്ട് നിറച്ച് മുകളിൽ വെക്കണം. അതിന് ശേഷം തുണി എടുക്കാം. കാരണം പിന്നെ തുണി അലക്കിയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വേർത്ത് പോകും. ഇങ്ങനെ കുളിച്ചിട്ട് വെറുതെ ആയി പോകും. അതുകൊണ്ട് ലാസ്റ്റ് കുളിക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ആദ്യം
തുണി അലക്കാനുള്ള തുണി നമ്മൾ ബക്കറ്റിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് വെള്ളം നിറച്ചുകൊണ്ട് ബക്കറ്റ് ഫുള്ളായിട്ട് ആ വലിയ ഡ്രമ്മിലും ഈ കുപ്പിയിലും ഈ ബക്കറ്റിലുമായിട്ട് വെള്ളം നിറച്ച് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് ഷെയർ ചെയ്ത് മുകളിൽ കൊണ്ട് വെക്കും. അതിന് ശേഷം പിന്നെ നമുക്ക് കുളിച്ച് അലക്കാൻ പോവാം. എന്നിട്ട് പോയിട്ട് അലക്കിയിട്ട് തുണി ഉണക്കാട്ടിട്ട് നമുക്ക് കുളിക്കാം എന്നാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ആദ്യം ഇതാക്കിയിട്ട് വരാം എന്ന് വിചാരിച്ച് പോവാണ്. വെള്ളം നിറച്ചാൽ വെള്ളം പിടിച്ചോട്ടെ, വെള്ളമില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് വെള്ളമില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ കിണർ ശരിയാത്തതുകൊണ്ടാണ്. ആ കിണറൊന്ന് ക്ലീൻ ചെയ്ത് അതിനകത്ത് വെള്ളം വന്നു തുടങ്ങി വെള്ളം എടുക്കാൻ പറ്റി കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ഈ വെള്ളം എടുക്കാൻ വേണ്ടി ഇത്രയും മല ഇറങ്ങി താഴത്ത് പോയിട്ട് തിരിച്ച് വെള്ളമായിട്ട് മല കയറേണ്ട ആവശ്യം വരില്ലായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പൈസ ഉണ്ടെങ്കിൽ കിണർ കെട്ടുന്നത് ഭയങ്കര ചെലവാ. ആ പൈസ ഉണ്ടെങ്കിൽ ഒരു കുഴലടിക്കാൻ ആ കിണർ ഫുള്ളായിട്ട് നല്ല കിണറാണ്, വെള്ളമുള്ള കിണറാണ്. അതുകൊണ്ട് വൃത്തിയാക്കി വെള്ളം എടുപ്പിക്കണം എന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം, നമുക്ക് പൈസ വല്ലതും കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് നോക്കുന്നുണ്ട്. അതല്ല പിന്നെ പഞ്ചായത്തിൽ നിന്നും കിണർ വൃത്തിയാക്കി തരണം. അവർ ചെയ്തതാണെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ നമ്മൾ കുറേ അപേക്ഷ അതൊന്നും കുറേ അപേക്ഷ വെച്ചിട്ടുള്ളത് എന്നാലും നടന്നിട്ടില്ല. വെള്ളം എടുക്കാൻ പോയിട്ട് ലൈറ്റ് ഇട്ടുതരാൻ പറഞ്ഞിട്ട് ഈ കാട്ടിൽ ഇത്രയും നാട്ടിൽ ലൈറ്റ് ഇട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ലൈറ്റ് ഇട്ടുതരാൻ തന്നെ. ഇവർ ഇട്ട ലൈറ്റ് കത്താതെ പോയതാണ്. എന്നിട്ട് വേറെ 4 പോസ്റ്റിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. ഇട്ടുതരാൻ വേണ്ടി വിളിച്ചു വരുമ്പോൾ പറയണത് നിങ്ങൾക്ക് അവിടെ നിന്ന് പലതും എൻ്റെ അടുത്ത് കോൾ റെക്കോർഡുണ്ട്. ഞാൻ ഇതൊരു മീഡിയ ആണ്, എനിക്കെല്ലാം അറിയാം. പക്ഷെ ഞാൻ പറയുന്നതാ, എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞങ്ങൾ മാത്രമല്ല എൻ്റെ അയൽവക്കക്കാരും എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചപ്പം ഇവർ നമ്മളെ അടുത്ത് പറഞ്ഞ വർത്താനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാം, അതിന് ഒത്തിരി ഉണ്ട്. ഇപ്പം ഇലക്ഷനാണ്, ഇതൊക്കെ കഴിഞ്ഞ് പതുക്കെ. പിന്നെ എന്തിനാണ് ഇവർ പഞ്ചായത്തിലെ മെമ്പർ, ഞങ്ങളുടെ വാർഡിലെ മെമ്പറാണ്, പ്രസിഡന്റാണ്, ഏറ്റവും നല്ല പ്രസിഡന്റ് എന്നുള്ള എന്റെ പദവി കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. എന്നിട്ട് ആ വ്യക്തിയാണ് നമ്മുടെ അടുത്ത് ഈ പറയുന്നത്. നമ്മൾ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞെന്നുള്ള കോൾ റെക്കോർഡ് തെളിവായിട്ട് കൊടുത്ത് നമ്മളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ ഇവരെ ഈ നല്ലത് എന്നുള്ളത് അങ്ങ് മാറും. കാരണം ഈ കാട്ടേരി അറിഞ്ഞുകൂടാത്തവർ പോലീസുകാർക്ക് വരെ രാത്രി വിടും ഇതിന് പെട്രോളിയത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പേടിയാണ്. അങ്ങനത്തെ സ്ഥലമാണ്. ഏറ്റവും കൂടുതലും വെള്ളം അടിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. പുറത്തുനിന്നും ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഒന്ന് വെള്ളം അടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ആണുങ്ങൾ ഇല്ലാത്ത വീടും ഉണ്ട്. അവിടെ കയറി വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങളെ വീട്ടിന്റെ നേർക്ക് 3 പേര് രാത്രി കൊച്ചുളപ്പങ്ങാഴത്ത് 2 മണിയായപ്പോ വന്നിട്ട് ഞങ്ങൾ പോലീസുകാരെ വിളിച്ചിട്ട് അവര് വലിയൊരു ലൈറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അതിപ്പോ വന്നിട്ട് അവത്തിങ്ങൾക്ക് തന്നെ വഴി അറിഞ്ഞൂടാ. അങ്ങനത്തെ അവസ്ഥയായി. ഇതൊക്കെ അറിയാന്നുള്ള ആൾക്കാരുടെ നമുക്ക് ലൈറ്റ് ഇട്ട് തരേണ്ടത്. എന്തിപ്പോ ആൾക്കാരോട് എന്നിട്ട് കാര്യമില്ല, ലൈറ്റ് ഇട്ട് വന്നിട്ടില്ല. ആ അവസ്ഥ ഇപ്പോഴും ലൈറ്റ് ഒന്നുമില്ല. മുകളിൽ പോസ്റ്റിലൊന്നും ലൈറ്റ് ഇല്ല. അതൊക്കെ ഇട്ട് തരാണെങ്കിൽ കാട്ടിൽ നമുക്ക് നിൽക്കുമ്പോൾ ഇച്ചിരി ഒരു സമാധാനം വെളിച്ചമെങ്കിലും റോട്ടിലെങ്കിലും പറയാൻ പറ്റും. ഇത് അതുപോലെ ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് വെള്ളം എടുക്കാൻ പോവാം. ഗൈസ്, നമ്മളിത് ബക്കറ്റ് കഴുകി വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വെള്ളം എടുക്കാണ്ട്. പിന്നെ അതെ ഒരു ക്യാൻ വെള്ളം ആദ്യം കുടിക്കാൻ വേണ്ടി പിടിച്ചു വെച്ച്, കാരണം ശുദ്ധമായ വെള്ളം വേണ്ടി പിടിച്ചു വെച്ച് മാറ്റി വെച്ച്, പിന്നെ ബാക്കി നമ്മൾ മോട്ടർ അടിച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം മോട്ടർ അടിച്ചാൽ ടാങ്കിലെ വെള്ളം കലങ്ങും എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ടാങ്കിലെ വെള്ളം കലങ്ങും മുന്നേ കുപ്പി നിറച്ച് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ബക്കറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് ബക്കറ്റ് ഡ്രമ്മ് നിറയ്ക്കുന്നുണ്ട്. ഡ്രമ്മ് നമ്മൾ രണ്ടാമത് കൂടി ചേർന്ന് പിടിച്ചണം, എന്നാലും മുകളിൽ പോകുള്ളൂ, അല്ലെങ്കിൽ പോകില്ല, ബുദ്ധിമുട്ടാവും. ഈ പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഓസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ പറമ്പൊക്കെ കുറച്ച് ചില ദിവസങ്ങൾ ഓസ് പിടിക്കുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഓസ് ഉപയോഗിക്കുന്നത് അവരുടെ പറമ്പ് നനച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറമ്പ് നനച്ചു കൊടുക്കാൻ വേണ്ടി ഓസ് ഇടാറ്, ഓസ് ഉപയോഗിക്കാറ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് പറമ്പ് നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഓസ് എത്തുന്ന അത്രയും അളവിൽ നമ്മൾ പറമ്പ് നനച്ചു കൊടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം നിറയാനായി ബക്കറ്റും ഡ്രമ്മ് നിറച്ച് വെക്കണം. അതിന് ശേഷമാണ് നമുക്ക് മുകളിൽ കൊണ്ട് വെക്കാനായിട്ട്. ഇത് മോളിൽ കൊണ്ടുപോകാനാണ് പണി, അതാണ് ചടങ്ങ് പണി. ഫുള്ളും കയറ്റം. അവിടെ നിന്ന് വീണ്ടും വീട്ടിൽ നടക്കണം. അത്രയും ദൂരം നടന്നു പോകുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും. നമ്മളെ ബക്കറ്റ് നിറഞ്ഞ് നമ്മൾ വെള്ളം നിറച്ച് മുകളിലെത്തിക്കും, നമ്മൾ ചത്തും. പിന്നെ വലിയ ഡ്രമ്മ് രണ്ടാം കൂടി ചേർന്ന് ഓരോ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിടിച്ച് പതുക്കെ മുകളിൽ കൊണ്ടുപോകും. അങ്ങനെ നടക്കുക, അല്ലാതെ പറ്റില്ല. കൊണ്ടുപോകാനും പാടായിരിക്കും. നമുക്കങ്ങനെ കൊണ്ടുപോകാം മുകളിലേക്ക്. ഞാൻ മറ്റേ ക്യാനിൽ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇത് ശ്രുതി ബക്കറ്റ് വെള്ളം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി ഡ്രമ്മിൽ വെള്ളം എടുത്തുകൊണ്ടിരണം. നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞ് ബക്കറ്റ് നിറച്ച് ക്യാൻ നിറച്ച് ഡ്രമ്മ് നിറച്ച് ഇനി ഡ്രമ്മ് അടയ്ക്കാതെ അടപ്പോടെ തട്ടിക്കൊണ്ടിരിക്കുക. അടപ്പിലേക്ക് അരിച്ചാണ് തട്ടി കഴിഞ്ഞിട്ട് കണ്ട ഡ്രമ്മിൽ അടച്ചിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകണം. അലക്കി കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഭയങ്കര വിശപ്പുണ്ട്. അതെ, വെള്ളം കൊടുത്താൽ തളർന്ന് ശരിക്കും വിശപ്പുണ്ട്. പിന്നെ ഇവൾക്ക് ഭയങ്കര വിശപ്പുണ്ടെന്ന്. ഇവിടെ ഇന്നലെ ഓൾറെഡി ഭക്ഷണം കഴിച്ചാണ്, എന്നിട്ട് വിശക്കുണ്ടെന്ന്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാത്ത എനിക്കാണ് വിശപ്പ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ രാത്രി ഭക്ഷണം ഉണ്ടാക്കി അപ്പം തന്നെ വെട്ടി വീങ്ങിയിട്ട് കിടന്നുറങ്ങിയത്. എന്നിട്ട്
എന്നിട്ട് അവൾക്ക് വിശക്കണ്ടെന്ന്. എന്നെ കാണാൻ സൂത്രൻ ശരി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സൂത്രൻ ശരൂര് ഒരു മറ്റേ ഒരു സിംഹമില്ല, ഉണ്ടല്ലോ സിംഹം, സിംഹത്തെ അതങ്ങനെ തന്നെയാണോ? എപ്പോഴും എന്നെ ട്രോളും. ഞാൻ പറഞ്ഞ ട്രോള് നീ നിന്നെ തന്നെ ട്രോളൊന്നും ഉപയോഗിക്കല്ലേ. ബാ വെള്ളം കുളിക്കാൻ പോവാ. നീ കറി ചൂടാക്കാൻ സമയം കൂടെ പോകും. അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നാറും. ഇല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലാണ്ട് പോയി നാറിയുടെ പെട്ടെന്ന് ചൂടാക്കും പോ. ഞാൻ നോക്ക്, നിങ്ങൾ എന്റെ ഉടുപ്പ് കണ്ട, എന്റെ ഉടുപ്പൊക്കെ കണ്ട വിയർത്ത് ഞാൻ വിയർത്തൊലിച്ച് കാണാൻ മനസ്സിലാവും. ഫുള്ളും വിയർത്തൊലിച്ച് വെള്ളം മേത്തും നാട് ഇരിപ്പുണ്ട്, ബെനിനൊക്കെ ഒട്ടി ഇരിപ്പുണ്ട് നഞ്ഞിട്ട്. ഞാനും പിടിച്ച് പിന്നെ വെള്ളം നിന്നെ നീ ഒറ്റക്കെള്ളം കൊണ്ടുവന്നു ഞാൻ കൂടി ചേർന്ന് ഇവിടെ മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ രാവിലെ തൂത്തുവാരി തീ എത്തിച്ചത് നന്നായി. ഇവിടെ മുള്ളും ഇതായി. ഇതേ അപ്പുറത്ത് പറമ്പ് വാങ്ങിയ 2 നാറുകൾ മുകളിലൊന്നും സംസാരിക്കണ്ടായിരുന്നു. അവന്മാർ പൊതുമശാനത്തിന് ഉള്ള പ്ലാനെന്ന് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിന് എതിർത്ത് ഉറപ്പായിട്ടും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മളെ വീടിന് തൊട്ടടുത്ത് പൊതുമശാനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും ഇവിടെ? ഇല്ലെങ്കിൽ ഇപ്പുറത്തൊരു ശവം കൊണ്ട് കുഴിച്ചിടക്കിയിട്ട് പോയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്തോട് പൊതുമശാനം നമ്മൾ നടുക്കിലായി പോവും, നമ്മളെ മൂഞ്ചിച്ച അവസ്ഥയായി പോവും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിന് പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ, നമുക്കറിയില്ല. ഞാൻ പോയിട്ട് ആദ്യം ഈ കസേര കൊണ്ട് പുറത്തുകൊണ്ട് അടിച്ച് കുടയിട്ടെ, എന്നിട്ട് ഫുള്ളും കരിയിച്ചാണ്. ഞാൻ കസേര ഇങ്ങനെ കൊട്ടിയാണ് കസേര കരിച്ച് കളയാൻ കൊട്ടുമ്പത്തിന് കൂടെ വീഴുന്നുണ്ട് ഗൈസ്. ഫൈനലി ഗൈസ് ഞാൻ കസേര ഫുള്ളും കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇവിടെ കസേരയിൽ കയറി ഇരിപ്പാണ്. ഈ കസേര ഞങ്ങൾ പോകുന്ന സമയത്ത് റൂമിൽ കയറ്റി വെക്കണമെന്ന് വിചാരിച്ച് മറന്നുപോയി. പുറത്ത് വെച്ചിട്ട് ഓടിപ്പോൾ ഞാൻ പോയത്. പക്ഷേ വന്നപ്പോഴേക്കും ഫുള്ളും കരിയിച്ചായിരുന്നു കൂട്ടുമുട്ട അവസ്ഥ. തേങ്ങാസ്വതി അതിപ്പോൾ എത്തിച്ച് കഴിഞ്ഞ് ഞങ്ങളിന്ന് താഴത്ത് ഞങ്ങളുടെ പറമ്പിൽ പോയി തേങ്ങ പറി കൊണ്ടുവന്ന് കാണിച്ചേ. തേങ്ങ പറഞ്ഞു ദേ അവിടെ 2 തേങ്ങയുണ്ട്. നമ്മൾ താഴത്ത് നമ്മുടെ പറമ്പിൽ 2 തെങ്ങ് കയറിയിട്ടില്ല. കാരണം ഇയാൾ ഇവിടുത്തെ തെങ്ങ് കയറിയപ്പോൾ തന്നെ മതിയൊക്കെ തേങ്ങയുടെ കരിക്കിട്ടാ പോയത് നാറി. അതുകൊണ്ട് നമ്മൾ താഴത്തോണ്ട് കയറ്റാൻ സമ്മതിച്ചില്ല. വേണമെന്ന് കാശെല്ലാം താല്പര്യത്തോണ്ട് വേണമെന്ന് പറഞ്ഞു. താഴത്ത് നമുക്ക് 2 തെങ്ങ് എത്ര തെങ്ങുണ്ട്? താഴത്ത് നമുക്ക് എത്ര തെങ്ങുണ്ട്? നമുക്ക് മാത്രമോ? നമ്മുടെ പറമ്പിൽ താഴത്ത് 2 ഇല്ലേ? താഴത്ത് 2 തെങ്ങ് നമ്മൾ അത് കയറ്റിച്ചില്ലായിരുന്നു. കാരണം ഇയാൾ ഇവിടെ തന്നെ കരിക്കിട്ട് പോയി. താഴത്തോട് കരിക്കിട്ട് പക്ഷേ ഞങ്ങള് ശരിക്കും തേങ്ങ അടത്തത് എന്തിനാണ്? ചോറും കറി വെക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ചമ്മന്തി അരച്ച് തിന്നാലത് വെച്ചിട്ടാണ്. ഇയാള് ഉള്ള പൊട്ട കരിക്ക് അത്രയും വെട്ടിയിട്ടിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് പറയാണ് അത് ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും, അത് ഒടിഞ്ഞിരിക്കായിരുന്നു. എന്നിട്ട് തേങ്ങ മണ്ടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് തേങ്ങ മണ്ടയ്ക്കിന് കരിക്ക് മൂട്ടിലിട്ട് അവിടെ താഴത്ത് തെങ്ങ് കയറ്റിച്ചില്ല. അതുകൊണ്ട് താഴത്ത് തെങ്ങിന് ഞങ്ങൾക്ക് 2 തേങ്ങ വീണ്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഇനി അത് പൊതിച്ച് സെറ്റാക്കണം. ഒരു തേങ്ങ നമ്മുടെ മുകളിൽ ആൻറ്റി കൊടുക്കണം. കാരണം നമ്മൾ ആൻറ്റിയുടെ അടുത്ത് ഇന്നലെ ഒരു തേങ്ങ വാങ്ങിച്ചിട്ട് വന്നത്. നമ്മൾ ഇന്നലെ കറി അരയ്ക്കാൻ പറ്റിയ തേങ്ങ നമ്മൾ അവിടെ പോയി സംസാരിച്ചുകൊണ്ട സമയത്ത് അവിടെ നിന്ന് അവരുടെ തേങ്ങ എടുത്ത് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ അവരുടെ തേങ്ങ എടുത്ത് അരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചൊരു തേങ്ങ കൊടുക്കണം. വലിയ മോശമാണ്. അവർക്കും തെങ്ങ് നമ്മളപ്പോൾ അധികമൊന്നുമില്ല, കുറവാണ് തെങ്ങൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച തേങ്ങ കൊണ്ട് കൊടുക്കണം. ഞാൻ വിയർത്ത് എനിക്ക് മയ്യ ഗൈസ് ക്ഷീണിച്ച് ഈ കസാര കുടയുമ്പോഴേക്കും ഇതിനകത്തുള്ള ചെള്ളിന് കളയുമ്പോൾ ചത്തുപോയി. ഈ ചെള്ള് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരും പറഞ്ഞു തരണം ഗൈസ് പ്ലീസ്. ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ചെള്ള് വരാതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറഞ്ഞു തരണം. പക്ഷെ അത് നമുക്ക് ദോഷമായിട്ട് വരാൻ പാടില്ല. ചെള്ളിന് വേണ്ടി മരുന്ന് വെച്ച അവസാനം നമ്മൾ ഈ വീട്ടിനകത്ത് താമസിക്കാൻ പറ്റുന്ന അവസ്ഥ വരാൻ പാടില്ല. നമുക്ക് ഇതല്ലാതെ വേറെ സ്ഥലമില്ല. ആപ്പാട് ഒറ്റ റൂമും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയായി ശരിയാവില്ല. അതുകൊണ്ട് ചെള്ള് പോകാൻ വേണ്ടി നല്ല എന്തെങ്കിലും അധികം കെമിക്കൽ ഇല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരും പറഞ്ഞാൽ പറ്റുമെങ്കിൽ പറഞ്ഞു ഹെൽപ്പായിരിക്കും. താങ്ക് യു ഗൈസ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ നമുക്ക് നമ്മുടെ വീട് തീർന്നിട്ട് കുളിക്കാൻ പോകണ്ട്, കുടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയുടെ ജോലി തുണി അലക്കുകയാണെങ്കിൽ എൻ്റെ ജോലി അവിടെ തുണി അലക്കുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്തിരുന്ന ഈ ചെള്ളിനൊക്കെ ഇങ്ങനെ ചവിട്ടി കൊല്ലുകയാണ് എൻ്റെ ജോലി. തുണി ഫുള്ളും ഒടുക്കത്തെ ചെള്ളായിരുന്നു. ഇപ്പോൾ ചെള്ളുകളൊക്കെ എടുത്ത് പെരുക്കി ഇവിടെ വെക്കും. അപ്പോൾ ഞാൻ ചവിട്ടി കൊല്ലും. ഇതാണ് എൻ്റെ ജോലി. കുറേ ചെള്ളുണ്ട് ഗൈസ്. ഈ കൊന്നില്ലെങ്കിൽ സാധനം വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വരും ആ വർഷം. അത് നമ്മളിപ്പോൾ തുണി വിരിച്ചിടാനുള്ള അലക്കുകയുണ്ട്. അപ്പോൾ ആ വിരിച്ചിടുന്ന തുണി തന്നെ കയറും ചെയ്യും വീണ്ടും. അപ്പോൾ നമ്മൾ കൊല്ലുതന്നെ ചെയ്യണം. അതാണ് അവസ്ഥ. ഇതേ ഗൈസ് ഇവിടെ പോയി ചെള്ളുണ്ട്. ഞാൻ ചവിട്ടി കൊല്ലുകയും ചെള്ളിനെ ചവിട്ടി കൊന്ന് പ്രശ്നം വെച്ചാൽ ഈ സാധനം തുണി കയറും. ആ പ്രശ്നം നമുക്ക് കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ കൊതുവിനേക്കാളും ശല്യമാണ് ചെള്ള് ഇവിടെ. ഇപ്പോൾ കൊതുവിൻ്റെ ശല്യം നമുക്കൊരു കൊതുക് തിരിച്ചാൽ മാറുമെന്ന് പറയാം. ഞങ്ങൾ കൊതുക് കത്തിച്ചിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്, ഇവിടെ കുളിക്കാൻ നടക്കാൻ വരുന്നത്. പക്ഷേ ചെള്ള അങ്ങനെയല്ല. ഇപ്പോൾ കൊതുകില്ലാത്ത വെയിലുള്ളതുകൊണ്ടാണ്, പകലതിൻ്റെ പേരിലാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇരുട്ടാവുമ്പോൾ ഒടുക്കത്തെ ചെള്ള കൊതുകായിരിക്കും. സാധാരണ നമ്മൾ അലക്കാൻ വരുന്നത് വൈകിട്ടാണ്.
പക്ഷെ ഇന്ന് നമ്മൾ രാവിലത്തെ നടക്കാൻ വെച്ചാൽ കാണിച്ചത് നമുക്ക് ഈ ചെള്ളു കൂടുതലുള്ളതുകൊണ്ട് വെല്ലും ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ. അതെ വെള്ളം എടുത്ത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇതേ ഒരു 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ശ്രുതി അവിടെ വരുന്നുണ്ട്, ഒരു കലത്ത് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമുക്ക് പാത്രം കഴിയാനുള്ള വെള്ളമാണ്, പാത്രം കഴിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി വെള്ളം എടുക്കുകയാണ്. ഈ പാത്രം നമുക്ക് മുകളിൽ കൂടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കൈയുടെ എടുക്കേണ്ടത്, അത് സാധനം കയറി വരുന്നുണ്ട്. അപ്പം ഗൈസ് വീണ് ദോ പോണ് കുപ്പിയും വെള്ളവും ആളും കൂടി ദോ പോണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ കുപ്പിയിലെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല, ഇല ചീഞ്ഞിട്ട് അതിൻ്റെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലെ വെള്ളം എടുത്ത് കാലിഴുവാൻ വന്ന ആളാ ഇവിടെ നിന്ന് കാലിഴുവാൻ ആൾ അവിടം വരെ എത്തിയത്. ഇതാണ് ഗൈസ് എനിക്ക് എപ്പോഴും എനിക്ക് ദേഷ്യം പറഞ്ഞതിൻ്റെ കാര്യം ഇതൊക്കെയാണ്. എൻ്റെ വീടിൻ്റെ കുഴപ്പമൊന്നുമല്ല, സ്വന്തമായിട്ട് നോക്കി ഇങ്ങോട്ടൊക്കെ നടക്കണ്ടേ. എനിവേ കാല് കഴുകാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം എടുത്തത്. ഞാൻ അപ്പോഴത്തേക്ക് റൂമൊക്കെ തുറക്കട്ടെ. തേങ്ങാശ്രുതി പാത്രം കഴിയാൻ വേണ്ടി പോവാണ്. പാത്രം കഴുകി വൃത്തിയാക്കണം, രണ്ടോളം ഭക്ഷണം കഴിക്കാനായിട്ട്. എനിക്കാണ് വിശന്നിട്ട് നല്ല കൂടുതൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ചോറും കറിയും ഇന്നലെ രാത്രി വെച്ചുകൊണ്ട് നമുക്ക് അത് കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും. ചോറ് കേടാവൂല. ഇവിടെ തണുപ്പ് രാത്രിയിലേക്ക് വേണ്ടി ചൂടത്ര കേടൊന്നും കേടാവൂല അല്ലേ? കേടാവൂ ചോറ് രാത്രി വെച്ചു ഒരു സംശയമുണ്ട്, നോക്കാം കേടാവൂല എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് വന്നതേ ഉള്ളൂ, അതുമ്പോഴേക്കും പണി കിട്ടി ഗൈസ്. ഇപ്പോൾ നന്നായിട്ട് കാർമേഘം മൂടി 2 ഇടിയും വെട്ടി, മിക്കവാറും മഴയും ചാൻസ് എന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മുടെ തുണിയൊക്കെ നനഞ്ഞ് പണിയോടും. ചെള്ളിനും കൂടി ചെല്ലുകയാണ്. ഇപ്പോൾ നിന്ന് ഇവിടെ ആകുമ്പോൾ ചെള്ളി മേത്ത് വീഴാൻ തുടങ്ങി. ആണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഭയങ്കര ചെള്ളാണ്. ഞങ്ങളിപ്പോൾ കയറി വരുമ്പോഴേക്കും സൂര്യനൊക്കെ പോയി ഗൈസ്. സൂര്യനൊക്കെ പോയി, ഭയങ്കര ഇടിയൊക്കെ മുട്ടി. ഇപ്പോൾ നന്നായിട്ട് കാർമേഘം മൂടി, മിക്കവാറും മഴ ഇതാവും തോന്നുന്നു. മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ നനയും. അതിന് ഡ്രസ്സൊക്കെ കരിമ്പിലടിച്ച് നശിച്ചു പോകും. അതുകൊണ്ട് താഴത്തെ ഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് അകത്ത് വിരിക്കണം. അത് ശരിയാവില്ല, നോക്കട്ടെ. ഇടി മഴ തുളച്ചാൽ അപ്പത്തന്നെ ഓടും ഡ്രസ്സ് മാറ്റാനായിട്ട്. അതേ നടക്കുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നോക്കൂല, ഇറങ്ങി ഓടും. നമ്മളത് പാത്രം നിറച്ച് വെള്ളം ഇരിപ്പുണ്ട്. ഞാനത് ചെള്ള് വീഴാതിരിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതായിരിക്കും ആ പാത്രത്തിൽ ചെള്ള് വീഴാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. വീണ് കഴിഞ്ഞാൽ പണി പാടും. വീഴാതിരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ. ശ്രുതി സൗണ്ട് പിടിക്കാൻ നിൽക്കുകയാണ്. മഴ കിടന്നും പെയ്യുന്നുണ്ടോ ഇല്ലെന്ന് സൗണ്ട് പിടിക്കാൻ നിൽക്കുകയാണ്. സൗണ്ട് പിടിച്ചാ? സൗണ്ട് പിടിക്കാനും മണം പിടിക്കാനും ഇവരെ കഴിഞ്ഞിട്ട് ബാക്കി ആരുള്ളൂ. ഇല്ല വാ വാ കഴിക്കാം. പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം, വേണ്ടി പണി പാടും. ഇതാണ് നമ്മുടെ ഭക്ഷണം. നമ്മുടെ അടുക്കളയും ബെഡ്റൂം എല്ലാം ഒരു റൂമായ അവസ്ഥയായി. എല്ലാം നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, നമുക്കിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം തവിയുണ്ട്, തവി എടുക്കാതെ ഉടായ്പാണ്. തവി കഴുകാൻ മടി അതിൻ്റെ ആയിട്ട് തേങ്ങാശ്രുതി ഉടായ്പാണ് ചെയ്തൊരു പാത്രത്തിൽ തവിക്കോരം എന്തോ ഒരു ചെറിയ പാത്രം ഉപയോഗിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. മതിയാക്കണ്ട. ഓ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾ അപ്പോൾ തന്നെ അറിയാനാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. കാരണം ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡായി വരുമ്പോഴേക്കും 3-4 ദിവസം എടുക്കും. അത് അപ്പം തന്നെ അറിയണമെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ റേഞ്ച് നമുക്ക് 1 മിനിറ്റ് വീഡിയോസ് അല്ലേ മാക്സിമം. റേഞ്ച് 4G ഉണ്ടെങ്കിൽ പോലും കിട്ടും. ഇവിടെ 4G തൊട്ട് 5G പോലും കിട്ടും. 5G തൊട്ട് 4G വരെ കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് യൂട്യൂബൊക്കെ സ്ലോ ആവുന്നത്. ചില സമയത്ത് ഇവിടെ വോഡാഫോണിൽ 2G ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ആയി വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്ലോഡ് ആകുമ്പോൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്കിന്ന് ഭക്ഷണം ചോറും കറി മാത്രമേ, വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. അല്ലല്ല നമ്മൾ മഴ വേഗം ചാൻസുകളുണ്ട്. ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഒപ്പണപ്പെടും. നമ്മൾ ഇതോടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോൾ ബൈ ഫ്രം RJ.